ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് IT ക്വിസാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ IT ക്വിസ് നടക്കാൻ പോവുകയാണ് സ്കൂളിൽ. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഇതിൽ പറയുന്നത് മൊസൈക്ക്, www, ഫേസ്ബുക്ക്, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ. ഇതിലേതാണ് ഫേസ്ബുക്ക് ആണ് അല്ലേ ആൻസർ, ഫേസ്ബുക്ക്. അടുത്തത്, ഇനി പറയുന്നതിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഫേസ്ബുക്ക്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ലോകത്ത് ട്രോജൻ പരാമർശിക്കുന്നത് എന്താണ്? മാൽവെയർ ആണോ, വൈറസ് ആണോ, വേം ആണോ, സ്പൈവെയർ ആണോ? ആൻസർ മാൽവെയർ ആണ് കമ്പ്യൂട്ടർ ലോകത്ത് ട്രോജൻ പരാമർശിക്കുന്നത്. ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി @ ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലാണ്? ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി @ ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലാണ്? 1972. ജിഫ് എന്നത് എന്താണ്? ഇമേജ് ഫയലാണോ, വീഡിയോ ഫയലാണോ, എന്താണ്? ആൻസർ ഇമേജ് ഫയലാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വിജയ് ഭട്കർ ആണ്. അടുത്തത്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ചത് IBM ആണ്. ഇമെയിൽ അയക്കാൻ ഏത് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നു? SMTP. അടുത്ത ചോദ്യം, പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ആദ്യത്തെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ആദ്യത്തെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണ്. ഒരു ഹാർഡ് ഡിസ്കിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രാഥമിക പാർട്ടീഷനുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഒരു ഹാർഡ് ഡിസ്കിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രാഥമിക പാർട്ടീഷനുകളുടെ പരമാവധി എണ്ണം 4 ആണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു പ്രോഗ്രാമിംഗ് ഭാഷ? പ്രോഗ്രാമിംഗ് ഭാഷ എന്ന് പറയുന്നത് HTML ആണ്. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻസെർഫ് ആണ്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻസെർഫ് ആണ്. അടുത്ത ചോദ്യം, ഒരു ടെറാബൈറ്റ് 1 TB എത്തിന് തുല്യമാണ്? 1 TB എന്ന് പറയുന്നത് 1024 തുല്യമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ അസ്ഥിരമായ മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ അസ്ഥിരമായ മെമ്മറി RAM ആണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ പ്രോഗ്രാം ചെയ്തത് ആരാണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ ചെയ്തത് ആരാണ്? സ്റ്റീവ് റസൽ ആണ്. ആരാണ് സി പ്രോഗ്രാമിംഗ് ഭാഷ സൃഷ്ടിച്ചത്? ഡെന്നീസ് റിച്ചി ആണ്. നാസ്കോം സ്ഥാപിതമായപ്പോൾ ഏത് വർഷത്തിലാണ് നാസ്കോം സ്ഥാപിതമായത്? 1988. ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ അല്ല, ആർച്ചി ആണ്. ആരാണ് ജാവ പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ചത്? ജെയിംസ് ഗോസ്ലിംഗ്. ആദ്യത്തെ വേർഡ് പ്രോസസർ ആപ്ലിക്കേഷൻ ഏതാണ്? വേർഡ് സ്റ്റാർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സെയ്മോർ ക്രേ ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 20 ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അടുത്തത്, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മൗസ് ആണ്. കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം മൗസ് ആണ്. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്ത്? മിക്കി. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് മിക്കി. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരൻ ആര്? ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരനാണ് ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്.
ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂർ. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത പ്രവർത്തനം സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തനം സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ബൂട്ടിംഗ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്ക്? HDFC ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്കാണ് HDFC ബാങ്ക്. ടെലിഫോൺ OFC ലൈനുകൾ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ഉപകരണം മോഡം. ടെലിഫോൺ OFC ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം മോഡം. മോഡം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? മോഡം എന്നതിൻ്റെ മുഴുവൻ രൂപം മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെ പിശകുകളെ എന്ത് വിളിക്കുന്നു? ബഗ്ഗുകൾ എന്നാണ് വിളിക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെ പിശകുകളെ എന്ത് വിളിക്കുന്നു? ബഗ്ഗുകൾ എന്നാണ് വിളിക്കുക. ഏത് തരത്തിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് അളക്കലാണ് പ്രധാനമായി സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? എന്താണ് എൻ്റെ ഉത്തരം? ഏത് തരത്തിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് അളക്കലാണ് പ്രധാനമായും സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഫ്ലോപ്പുകളാണ്. ഫ്ലോപ്പുകൾ. ഏത് തരത്തിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് അളക്കലാണ് പ്രധാനമായും സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഫ്ലോപ്പുകളാണ്. ഏത് അമേരിക്കൻ കമ്പ്യൂട്ടർ കമ്പനിയാണ് ബിഗ് ബ്ലൂ? ഏത് അമേരിക്കൻ കമ്പനിയാണ് ബിഗ് ബ്ലൂ? IBM ആണ്. IBM ആണ് ഉത്തരം കേട്ടോ. ലൈഫൈ നെറ്റ്വർക്കിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ലൈഫൈ നെറ്റ്വർക്കിൻ്റെ പൂർണ്ണ രൂപം ലൈറ്റ് ഫിഡിലിറ്റി. ലൈറ്റ് ഫിഡിലിറ്റി ആണ്. ലൈറ്റ് ഫിഡിലിറ്റി. ഡാഷ് ഹാക്കർമാരിൽ നിന്നും സിസ്റ്റങ്ങളെ സംരക്ഷിക്കുന്നു? എന്താണ്? ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഹാക്കർമാരിൽ നിന്നും സിസ്റ്റത്തെ സംരക്ഷിക്കുന്നു. അല്ല, ഹാക്കർമാരിൽ നിന്ന് സിസ്റ്റങ്ങളെ സംരക്ഷിക്കുന്നത് ഫയർവാൾ ആണ് കേട്ടോ. ഫയർവാൾ ആണ്, ഹാർഡ് ഡിസ്ക് അല്ല. അടുത്ത ചോദ്യം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പരാമർശിച്ച് VPN എന്ന പദത്തിന് കൃത്യമായ അർത്ഥം? VPN എന്ന പദത്തിന് കൃത്യമായ അർത്ഥം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പരാമർശിച്ച VPN എന്ന പദത്തിന് കൃത്യമായ അർത്ഥം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. വിലാസങ്ങൾക്കായി മെയിൻ സിസ്റ്റവും ചിഹ്നവും കണ്ടുപിടിച്ചത് ആരാണ്? റെയ്മൻ സാമുവൽ ടോംലിൻസൺ ആണ്. റെയ്മൻ സാമുവൽ ടോംലിൻസൺ. SMS-ന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സമീർ ഭാട്ടിയ. SMS-ന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സമീർ ഭാട്ടിയ. USB ഹാർഡ് ഡിസ്ക് ഒരു തരം സ്റ്റോറേജ് ആണ്. എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. USB ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമ്മളിപ്പോൾ ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. IT ക്വിസിന് പങ്കെടുക്കുന്നവർക്ക് വിജയാശംസകൾ. താങ്ക് യു.